അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഫ്സീർ ദർസ് 8. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ ദർസിൽ സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലഖ് എന്നിവയുടെ ചില മഹത്വങ്ങളും ആ അധ്യായങ്ങൾ അവതരിക്കാനുണ്ടായ പശ്ചാത്തലവും നമ്മൾ വിശദീകരിച്ചു. ഇന്ന് സൂറത്തുൻ നാസിന്റെ വിശകലനമാണ്. ആദ്യം അധ്യായത്തിന്റെ ചുരുങ്ങിയ വ്യാഖ്യാനം പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ നബിയെ, അവിടുന്ന് പറയുക, ഔദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ രക്ഷിതാവിനോട്, മലിക്കിന്നാസ്, മനുഷ്യരുടെ രാജാവിനോട്, ഇലാഹിന്നാസ്, മനുഷ്യരുടെ ആരാധ്യനോട്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്, ദുർബോധനം നടത്തി മറഞ്ഞുകളയുന്ന പിശാചിന്റെ നാശത്തിൽ നിന്നും. അല്ലതി, എങ്ങനെയുള്ള പിശാച്, യുവസ്വിസു, അവൻ ദുർബോധനം നടത്തുന്നു, ഫീ സുദൂരിന്നാസ്, മനുഷ്യരുടെ മനസ്സുകളിൽ, മിനൽ ജിന്നത്തി, ഭൂതവർഗത്തിൽപ്പെട്ട പിശാചിന്റെ നാശത്തിൽ നിന്നും, വന്നാസ്, മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചിന്റെ നാശത്തിൽ നിന്നും. മനുഷ്യന് പല അപകടങ്ങളും ബാധിക്കും. അവയിൽ അവന്റെ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്നവയും ആത്മീയ ജീവിതത്തെ തുലച്ചു കളയുന്നവയും ഉണ്ടാവും. പലപ്പോഴും മനുഷ്യൻ ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന നാശത്തെയാണ് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. എന്നാൽ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന നാശത്തെ ഒരിക്കലും തന്നെ അവൻ അത്രയേറെ ഗൗരവത്തോടെ കാണുന്നില്ല. എന്നാൽ അങ്ങനെയല്ല. ഭൗതിക ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന നാശത്തെയാണ് വളരെ ജാഗ്രതയോടെ അവൻ കാണേണ്ടത് എന്ന വലിയ സന്ദേശമാണ് സൂറത്തുൻ നാസ് നമുക്ക് നൽകുന്നത്. സൂറത്തുൽ ഫലഖിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത് 4 ശർറുകളിൽ നിന്നുള്ള അഭയതേട്ടമാണ്. 1, മിൻ ശർരി മാ ഖലഖ്. 2, വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. 3, വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ്. 4, വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ഈ 4 ശർറുകളിൽ നിന്നും അഭയം തേടുന്നതിനായി അള്ളാഹുവിൻ്റെ ഒരൊറ്റ നാമം മാത്രം കൊണ്ടുവന്നു. അതേസമയം സൂറത്തുൻ നാസിൽ ഒറ്റ നാശത്തിൽ നിന്നുള്ള അഭയതേട്ടമാണ്, മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ആ ഒരു നാശത്തിൽ നിന്നുള്ള അഭയതേട്ടത്തിന് അള്ളാഹുവിൻ്റെ 3 നാമങ്ങളാണ് കൊണ്ടുവന്നത്. ബിറബ്ബിന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. ഇവിടെ എന്താണ് നമുക്ക് അള്ളാഹു പാഠം നൽകുന്നത്? സൂറത്തുൽ ഫലഖിലെ 4 നാശങ്ങൾ, ആ നാശങ്ങൾ മുഴുവനും ഭൗതിക ജീവിതത്തെ ബാധിക്കുന്ന നാശങ്ങളാണ്. അതേ സമയത്ത് സൂറത്തുൻ നാസിൽ പറയുന്ന ഒരൊറ്റ നാശം, അത് വളരെ ഗൗരവമേറിയ നാശമാണ്. ആത്മീയ ജീവിതത്തെ തുലച്ചു കളയുന്ന നാശമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫലഖിൽ പറഞ്ഞ ആ 4 നാശങ്ങളെക്കാളേറെ വളരെ ഗൗരവത്തോടെയും ജാഗ്രതയോടെയും കാണേണ്ട നാശമാണ് സൂറത്തുൻ നാസിൽ പറയുന്ന ശൈത്താനിന്റെ നാശം എന്ന വലിയ പാഠം അള്ളാഹു നമുക്ക് ഇതിലൂടെ നമുക്ക് തരുകയാണ്. രണ്ടാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളുടെയും ആരാധ്യനാണ്, എല്ലാ സൃഷ്ടികളുടെയും രക്ഷിതാവാണ്, എല്ലാ സൃഷ്ടികളുടെയും രാജാവാണ് എന്നിരിക്കെ ഇവിടെ മനുഷ്യരുടെ രക്ഷിതാവ്, മനുഷ്യരുടെ രാജാവ്, മനുഷ്യരുടെ ആരാധ്യൻ എന്ന് പ്രത്യേകം പറയാൻ കാരണം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തശ്രീഫൻ,
അത് മനുഷ്യരോടുള്ള ആദരവാണ്, അവരോടുള്ള ബഹുമാന സൂചകമായി പറഞ്ഞതാണ്. കാരണം 10 മക്കളുള്ള ഒരു പിതാവ് ഏറ്റവും ഇളയ കുട്ടിയെ വിളിച്ചുകൊണ്ട് എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്ന് പറഞ്ഞാൽ മറ്റു 9 മക്കളും അദ്ദേഹത്തിൻ്റെതല്ല എന്നല്ലല്ലോ. അതിൻ്റെ അർത്ഥം ഈ കുട്ടിയോട് കൂടുതൽ വാത്സല്യമുണ്ട്, സ്നേഹമുണ്ട് എന്നാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം സൃഷ്ടികളുടെ കൂട്ടത്തിൽ നൽകിയവരാണ് മനുഷ്യർ. അതുകൊണ്ട് മനുഷ്യരെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. തശ്രീഫൻ ലഹും, അവരോടുള്ള ബഹുമാനം കൊണ്ട് അവരെ എടുത്തു പറഞ്ഞിരിക്കുന്നു. മറ്റൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ധാരാളം വിശേഷണങ്ങളിൽ നിന്ന് ഈ വിശേഷണങ്ങൾ 3 വിശേഷണങ്ങൾ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. റബ്ബുന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്. കാരണം ഇത് അഭയതേട്ടമാണ്. മനുഷ്യന് അപകടം വരുമ്പോൾ അവൻ അഭയം പ്രാപിക്കാറുള്ളത് 3 കേന്ദ്രങ്ങളിലാണ്. ചെറുപ്രായത്തിലാകുമ്പോൾ അവൻ്റെ രക്ഷിതാക്കളിലേക്കാണ് അവൻ അഭയം പ്രാപിക്കുന്നത്. കുട്ടിപ്രായം വിട്ട് മുതിർന്നവരായി കഴിഞ്ഞാൽ അപകടങ്ങൾ വരുമ്പോൾ അഭയം പ്രാപിക്കുന്നത് അധികാരികളിലാണ്. ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ആരാധ്യരിലാണ് പല ആളുകളും അഭയം പ്രാപിക്കുന്നത്. ഈ 3 അഭയകേന്ദ്രങ്ങളും മനുഷ്യന് സാധാരണയായി അവർ സ്വീകരിക്കുന്ന അഭയകേന്ദ്രങ്ങളായതുകൊണ്ട് അവർക്ക് പരിചയമുള്ള ഒരു വിശേഷണത്തിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുകയാണ്. ഖുൽ അഊദു ബിറബ്ബിന്നാസ്, മനുഷ്യരുടെ പരമമായ രക്ഷിതാവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു. മനുഷ്യരുടെ പരമമായ രാജാവിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു. ഇലാഹിന്നാസ്, മനുഷ്യരുടെ യഥാർത്ഥ ആരാധ്യനിലേക്ക് ഞാൻ അഭയം പ്രാപിക്കുന്നു. മിൻ ശർരിൽ വസ്വാസ്, വസ്വാസിന്റെ നാശത്തിൽ നിന്ന്. വസ്വാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദുർബോധനം എന്നാണ്. വസ്വാസ് ശൈത്താനിന്റെ പേരായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശൈത്താനിന് എന്തുകൊണ്ടാണ് വസ്വാസി എന്ന് പേരിടാൻ കാരണം? അവന്റെ പ്രവർത്തനങ്ങളെല്ലാം ദുർബോധനമാണ്. അപ്പൊ അവന്റെ പ്രവർത്തനത്തിന്റെ പേര് തന്നെ അവന് കൊടുത്തു. അങ്ങനെ ചില പേരുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. തിരിപ്പാണ് ഒരാളുടെ എപ്പോഴത്തെയും ജോലിയെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ പറയും തിരിപ്പൻ എന്ന് പറയും. തൊരപ്പം പണിയാണ് ഒരാളുടെ എപ്പോഴത്തെയും ഡ്യൂട്ടി എങ്കിൽ അയാളെ കുറിച്ച് തൊരപ്പൻ എന്ന് പറയും. ഇതേപോലെ ശൈത്താനിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദുർബോധനമായതുകൊണ്ട് അവനെക്കുറിച്ച് വസ്വാസ് എന്ന് പറയപ്പെട്ടു. മിൻ ശർരിൽ വസ്വാസ്, വസ്വാസാകുന്ന ശൈത്താനിന്റെ നാശത്തിൽ നിന്ന്. അൽ ഖന്നാസ്, മറഞ്ഞുകളയുന്ന. ദുർബോധനം നടത്തി അവൻ മറഞ്ഞുകളയും. അവന്റെ പ്രവർത്തനം മുഴുവനും ഒളിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനമാണ്. അവൻ തക്കം പാർത്ത് ഇരിക്കുകയാണ്. എങ്ങനെ ഒരു മനുഷ്യനെ പേപ്പിക്കാൻ പറ്റും? എത്രത്തോളം വീട്ടിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ അവന്റെ അനുയായികളോട് പറയും,
നമുക്ക് താമസിക്കാൻ ഇടം കിട്ടിപ്പോയി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടില്ലെങ്കിൽ ഇബ്ലീസ് അവന്റെ അനുയായികളോട് പറയും, നമുക്ക് അന്നവും കിട്ടിപ്പോയി. ഇങ്ങനെ ഓരോ സന്ദർഭവും അവൻ തക്കം പാർത്ത് ഒളിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം മാത്രം, എപ്പോഴും ദിക്റുമായി ബന്ധപ്പെടുക. ദിക്ർ ചൊല്ലിയാൽ അവൻ ഒഴിഞ്ഞുമാറിക്കളയും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, യതഹസ്സറു ഇബ്നു ആദം, മനുഷ്യൻ ഖേദിക്കും, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ഖേദിക്കും, അൻ സാഅത്തിൻ, ഒരു സമയത്തെ തൊട്ട് ഖേദിക്കും, ലം യദ്കുരില്ലാഹ ഫീഹാ, ആ സമയത്തിൽ അല്ലാഹുവിന് അവൻ ദിക്ർ ചൊല്ലിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സമയത്തെ സംബന്ധിച്ച് അവന് പരലോകത്ത് വെച്ച് ഖേദം വരും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അവൻ ഖേദിക്കുന്നു? ആ ദിക്ർ ചൊല്ലാത്ത സമയം വെച്ചുകൊണ്ട് ശൈത്താന് ഏതെങ്കിലും നിലക്ക് അവനിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഖേദിക്കുന്നത് എന്ന് പണ്ഡിതന്മാരെ വിശദീകരിക്കും. അപ്പൊ അവന്റെ ഒളിഞ്ഞുള്ള പ്രവർത്തനം അത് നമ്മൾ കൂടുതൽ ഭയപ്പെടേണ്ടതാണ്. നമ്മൾ ഗൗരവത്തോടുകൂടെ കാണേണ്ടതാണ് അവന്റെ നാശം എന്ന ഒരു വലിയ സന്ദേശം പരിശുദ്ധ സൂറത്തുൽ നാസ് നമുക്ക് നൽകുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കിഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് കേൾക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.